എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം അക്ഷരമുറ്റം ക്വിസിൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. എല്ലാവരും ഈ വീഡിയോ കൃത്യമായിട്ട് കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം: സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പരാതന്ത്രം മാനികൾക്ക് മൃതയേക്കാൾ ഭയാനകം. ആരുടെ വരികളാണ് ഇത്? ഉത്തരം: കുമാരനാശാൻ. അടുത്ത ചോദ്യം: 1557 മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട പ്രദേശം ഏത്? ഉത്തരം: മീററ്റ്. ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നാണ് 1557 മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. അടുത്ത ചോദ്യം: ഗാന്ധിജി പങ്കെടുത്ത രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏത്? ഉത്തരം: 1931. 1931 ഗാന്ധിജി പങ്കെടുത്ത രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം. അടുത്ത ചോദ്യം: ഭാഷ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം: ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് ഭാഷ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. അടുത്ത ചോദ്യം: 2026 പുറത്തിറക്കിയ ഗസിയിലെ കുട്ടികൾ എന്ന കഥാസമാഹാരം രചിച്ചത് ആര്? ഉത്തരം: ഡി പത്മനാഭൻ. ഡി പത്മനാഭന്റെ കഥാസമാഹാരമാണ് ഗസിയിലെ കുട്ടികൾ. അടുത്ത ചോദ്യം: ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ നായിക എന്ന വിശേഷണത്തിന് അർഹയായ ധീര വനിത ആര്? ഉത്തരം: അരുണ ആസിഫ് അലി. അരുണ ആസിഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ നായിക എന്ന വിശേഷണത്തിന് അർഹയായ ധീര വനിത. അടുത്ത ചോദ്യം: 1964 മെയ് 27 അന്തരിച്ച ഇന്ത്യയുടെ പ്രിയ നേതാവ് ആരായിരുന്നു? ഉത്തരം: ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് 1964 മെയ് 2 അന്തരിച്ച ഇന്ത്യയുടെ പ്രിയ നേതാവ്. അടുത്ത ചോദ്യം: 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം: 48. 48 രാജ്യങ്ങളാണ് 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പങ്കെടുത്ത രാജ്യങ്ങൾ. അടുത്ത ചോദ്യം: സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ ആവുന്ന ആദ്യ വനിത ആര്? ഉത്തരം: സരോജിനി നായിഡു. സരോജിനി നായിഡു ആണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ ആകുന്ന വനിത. അടുത്ത ചോദ്യം: കേരളത്തിൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം: പ്രിയദർശിനി. പ്രിയദർശിനിയാണ് കേരളത്തിൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയുടെ പേര്. അടുത്ത ചോദ്യം: ഗിരിശൃംഗങ്ങളോളം പഴക്കമുള്ള അഹിംസയും സത്യവും അല്ലാതെ മറ്റൊന്നും എനിക്ക് തരാനില്ല. ആരുടെ വാക്കുകളാണിത്? ഉത്തരം: ഗാന്ധിജി. ഗാന്ധിജിയുടെ വാക്കുകളാണ് ഗിരിശൃംഗങ്ങളോളം പഴക്കമുള്ള അഹിംസയും സത്യവും അല്ലാതെ മറ്റൊന്നും എനിക്ക് തരാനില്ല. അടുത്ത ചോദ്യം: സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഉത്തരം: മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അടുത്ത ചോദ്യം: 1928 മസൂറിയിൽ ആയിരുന്നു തൻ്റെ മകൾക്ക് നെഹ്റു എഴുതിയ കത്തുകൾ പിന്നീട് ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചു. ഏതാണ് ആ പുസ്തകം? ഉത്തരം: ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. അടുത്ത ചോദ്യം: ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം: ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം: ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം: JB കൃപലാനി. JB കൃപലാനിയാണ്
സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ്. അടുത്ത ചോദ്യം, ചൗരി ചൗര സംഭവത്തിന് ശേഷം ഗാന്ധിജി പിൻവലിച്ച സമരം ഏത്? ഉത്തരം നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനമാണ് ചൗരി ചൗര സംഭവത്തിന് ശേഷം ഗാന്ധിജി പിൻവലിച്ച സമരം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി. അടുത്ത ചോദ്യം, 1857 മഹത്തായ വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആര്? ഉത്തരം മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയാണ് 1857 മഹത്തായ വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി. അടുത്ത ചോദ്യം, ഇന്ത്യൻ കറൻസിയിൽ ഒപ്പുവെക്കുന്നത് ആരാണ്? ഉത്തരം റിസർവ് ബാങ്ക് ഗവർണർ. റിസർവ് ബാങ്ക് ഗവർണർ ആണ് ഇന്ത്യൻ കറൻസിയിൽ ഒപ്പുവെക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ്? ഉത്തരം ജ്ഞാനപീഠ പുരസ്കാരം. ജ്ഞാനപീഠ പുരസ്കാരമാണ് ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരം. അപ്പോൾ ഇത്രയുമാണ് അക്ഷരമുറ്റം ക്വിസിലെ കുറച്ച് ചോദ്യങ്ങൾ. ഇനി നമുക്ക് കുറേ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.